ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ വ്യോമ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. DRDOയും എയർബസ് എന്നിവയുമായി സഹകരിച്ച് ഏറ്റെടുത്ത ഒരു അഭിലാഷ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ വ്യോമസേന മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വ്യോമ മുന്നറിയിപ്പ്, അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക വിടവുകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണിത്. മുൻ എയർ ഇന്ത്യ എയർബസ് A321 വിമാനങ്ങളെ നൂതന നേത്ര മാർക്ക് II എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാക്കി മാറ്റുന്നതിലൂടെയാണ് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ തങ്ങളുടെ വ്യോമ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ IAF ഇപ്പോൾ ഈ വാണിജ്യ യാത്രാ സേവനങ്ങൾക്കായി മുമ്പ് ഉപയോഗിച്ചിരുന്ന എയർ ഇന്ത്യ എയർബസ് A321 വിമാനങ്ങൾ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. അതും 6 വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന വാങ്ങിയിരിക്കുന്നത്. ഈ വിമാനങ്ങളെ നേത്ര മാർക്ക് II AWACS CCS പ്ലാറ്റ്ഫോമുകളാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് IAF. ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിധിയിലാണ് ഈ വിമാനങ്ങൾ. ഇതിന്റെ ലഭ്യത, ചെലവ്, ഫലപ്രാപ്തി, സൈനിക ഗ്രേഡ് നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളാക്കി മാറ്റുന്നതിന് ആവശ്യമായ വിപുലമായ പരിഷ്കാരങ്ങൾക്ക് അനുയോജ്യത എന്നിവ കണക്കിലെടുത്താണ് ഈ വിമാനങ്ങൾ തിരഞ്ഞെടുത്തത്. സിവിലിയൻ വ്യോമയാനത്തിലെ വിശ്വാസ്യതയ്ക്ക് പേരുകേട്ട നാരോ ബോഡി ജെറ്റാണ് A321. നൂതന റഡാർ സംവിധാനങ്ങൾ, മിഷൻ ഉപകരണങ്ങൾ, സൈനിക ഗ്രേഡ് ഏവിയോണിക്സ് എന്നിവ ഉൾക്കൊള്ളുന്നതിനായി ഇതിനെ പൂർണ്ണമായും നവീകരണത്തിന് വിധേയമാക്കും. ഫ്രാൻസിലോ സ്പെയിനിലോ ഉള്ള ഒരു എയർബസ് സൗകര്യത്തിലായിരിക്കും ഈ പരിവർത്തന പ്രക്രിയ നടക്കുക. അവിടെ വിമാനത്തിന്റെ വാണിജ്യ ഇന്റീരിയറുകൾ നീക്കം ചെയ്ത് ഹെവി റഡാർ, സെൻസർ അറേകൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി ഘടനാപരമായി ഇതിനെ പരിഷ്കരിക്കും. വലിയ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അരേ റഡാർ സംവിധാനങ്ങളും റഡാർ പാനലുകൾ ചുമത്തുന്ന അധിക ഭാരവും എയറോഡൈനാമിക് സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി ഇതിന്റെ എയർഫ്രെയിം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതി. ഇത് വൈഡ് ഏരിയ നിരീക്ഷണം നൽകുന്നതിനായി ഡോർസലായി ഘടിപ്പിക്കും. പവർ ഇന്റൻസീവ് റഡാർ സിസ്റ്റങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു ഓക്സിലറി പവർ യൂണിറ്റും സംയോജിപ്പിക്കും. സൈനിക പ്രവർത്തനങ്ങൾക്കായി കോക്പിറ്റ് ഇൻസ്ട്രുമെന്റേഷൻ ഓവർഹോൾ ചെയ്യും. ദീർഘകാല ദൗത്യങ്ങളിൽ ക്രൂ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സജീവമായ ശബ്ദ റദ്ദാക്കലുള്ള മിഷൻ ഓപ്പറേറ്റർ കൺസോളുകൾ സ്ഥാപിക്കും. ഈ പദ്ധതി ചെലവ് എസ്റ്റിമേറ്റുകളിൽ ഗണ്യമായ ചില വ്യത്യാസം കാരണം ഇതിന്റെ പ്രാരംഭ ചർച്ചകൾ നിലച്ചിരിക്കുകയായിരുന്നു. എയർബസ്, IAFും DRDOയും നിശ്ചയിച്ച യഥാർത്ഥ ബജറ്റിന്റെ ഇരട്ടി പരിവർത്തന ചെലവ് ഉദ്ധരിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇത് കാരണം ഈ പദ്ധതിയുടെ മൊത്തത്തിലുള്ള പ്രോഗ്രാം ചെലവുകൾ വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി താൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചകൾ പുനരാരംഭിച്ചതായും ഇരുപക്ഷവും പരസ്പരം സ്വീകാര്യമായ ഒരു കരാറിലേക്ക് നീങ്ങിയതായിട്ടുമാണ് സമീപകാല അപ്ഡേറ്റുകൾ പറയുന്നത്. 2025 അവസാനത്തോടെ കരാർ അന്തിമമാകാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ അന്തിമമായാൽ ആദ്യ വിമാനത്തിന്റെ പരിവർത്തന പ്രക്രിയയ്ക്ക് ഏകദേശം 2 വർഷമെടുക്കും എന്നും പ്രതീക്ഷിക്കുന്നു. 2027 DRDOയുടെ സെന്റർ ഫോർ എയർബോൺ സിസ്റ്റംസിലേക്ക് ഡെലിവറി ചെയ്യാൻ ഇത് പദ്ധതിയിട്ടിട്ടുണ്ട്. ഡെലിവറിക്ക് ശേഷം മുൻഗാമികളെ അപേക്ഷിച്ച് കണ്ടെത്തൽ ശ്രേണിയും ട്രാക്കിംഗ് കഴിവുകളും നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നവീകരിച്ച ഗാലിയം നൈട്രേറ്റ് അടിസ്ഥാനമാക്കിയുള്ള AESA സൈഡ് പാനൽ റഡാർ ഉൾപ്പെടെയുള്ള തദ്ദേശീയ സംവിധാനങ്ങളുടെ കൂടുതൽ സംയോജനത്തിനും ഈ വിമാനം വിധേയമാകും. ഇങ്ങനെ ഈ റഡാറും ഇതിന്റെ അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വികസന പരീക്ഷണങ്ങൾ 2029 ആരംഭിക്കും. വായുവിലൂടെയും സമുദ്രത്തിലൂടെയും ഉണ്ടാകുന്ന ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും IAF കമാൻഡ് നെറ്റ്വർക്കുകളുമായി ഇതിനെ സംയോജിപ്പിക്കും. മത്സര പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാനുള്ള കഴിവുൾപ്പെടെ യഥാർത്ഥ ലോക സാഹചര്യങ്ങളിൽ നേത്ര മാർക്ക് IIന്റെ പ്രകടനം ഈ പരീക്ഷണങ്ങൾ കർശനമായി പരിശോധിക്കുകയും ചെയ്യും. പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ 2030ഓടെ ആദ്യത്തെ നേത്ര മാർക്ക് II AWACS IAF സേവനത്തിൽ ഉൾപ്പെടുത്തുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നേത്ര മാർക്ക് IIന്റെ കാതലായ ഭാഗമെന്ന് പറയുന്നത് DRDOയും CBSും ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നിവയുൾപ്പെടെയുള്ള ലാബുകളുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത നൂതന റഡാർ സംവിധാനം തന്നെയാണ്. നവീകരിച്ച ജ്ഞാനാധിഷ്ഠിത AESA സൈഡ് പാനൽ റഡാർ സാങ്കേതിക വിദ്യയിൽ ഒരു മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. പരമ്പരാഗത സംവിധാനങ്ങളെ അപേക്ഷിച്ച് നിരവധി ഗുണങ്ങളാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. ഗാലിയം നൈട്രേറ്റ് സാങ്കേതിക വിദ്യ റഡാറിന്റെ പവർ, കാര്യക്ഷമത, ശ്രേണി, റെസല്യൂഷൻ എന്നിവ വർദ്ധിപ്പിക്കും. ഇത് കൂടുതൽ ദൂരങ്ങളിൽ ചെറിയ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും മെച്ചപ്പെട്ട കൃത്യതയോടെ ഒന്നിലധികം ഭീഷണികൾ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും പ്രാപ്തമാക്കും. മുൻവശത്തുള്ള റഡാറുമായി സംയോജിപ്പിച്ചിരിക്കുന്ന സൈഡ് പാനൽ കോൺഫിഗറേഷൻ ഏകദേശം 300 ഡിഗ്രി കവറേജ് ആണ് നൽകുന്നത്. ഇത് നേത്ര മാർക്ക് 1ന്റെ 240 ഡിഗ്രി കവറേജിനേക്കാൾ ഗണ്യമായ പുരോഗതിയാണ്.
പ്രാഥമിക റഡാറിന് പുറമെ ഭീഷണി കണ്ടെത്താനുള്ള ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷറുകളും നേരത്തെയുള്ള മുന്നറിയിപ്പിനുള്ള റഡാർ വാർണിംഗ് റിസീവറുകൾ, മിസൈൽ ഭീഷണികൾക്കെതിരെ സ്വയം പ്രതിരോധത്തിനായി കൗണ്ടർ മെഷേഴ്സ് ഡിസ്പെൻസിംഗ് സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മിഷൻ ക്രിട്ടിക്കൽ സിസ്റ്റങ്ങളുടെ ഒരു സ്യൂട്ട് നേത്ര മാർക്ക് 2 സജ്ജീകരിക്കും. ലൈൻ ഓഫ് സൈറ്റ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ ലിങ്കുകൾ എന്നിവയുൾപ്പെടെ സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങളും ഈ വിമാനത്തിൽ ഉണ്ടായിരിക്കും. ഇത് ഗ്രൗണ്ട് എയർ യൂണിറ്റുകളുമായി തത്സമയ ഏകോപനം ഉറപ്പാക്കുകയും ചെയ്യും. ഇപ്പോൾ വീണ്ടും ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്ന ഈ പദ്ധതി 2030 വിജയകരമായി പൂർത്തിയായാൽ ആദ്യത്തെ നേത്ര മാർക്ക് 2 AWACS IAF സ്വന്തമാകും. ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ നിരീക്ഷണ ശേഷി വൻ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയുടെ തദ്ദേശീയമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ വ്യോമ മുന്നറിയിപ്പിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക വിടവുകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ ആദ്യത്തെ അവരുടെ TPY-4 റഡാർ സിസ്റ്റം അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഔദ്യോഗികമായി കൈമാറി കഴിഞ്ഞു. 2025 ഏപ്രിൽ 7 ഈ ഡെലിവറി. ഇതിന്റെ ആദ്യകാല പരീക്ഷണം വിജയകരമായിട്ടാണ് ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. തുടർന്നാണ് ഇതിപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് കൈമാറിയിരിക്കുന്നത്. വ്യോമ നിരീക്ഷണ ശേഷങ്ങൾ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ റഡാർ ഇപ്പോൾ സർക്കാർ പരീക്ഷണത്തിലേക്ക് പ്രവേശിക്കും എന്നും ഇത് സേവനത്തിലുടനീളം വിശാലമായ വിന്യാസത്തിന് വേദിയൊരുക്കും എന്നുമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സേനയുടെ കൈകളിലായ ലോക്ഹീഡ് മാർട്ടിന്റെ TPY-4 റഡാർ മെച്ചപ്പെട്ട സാഹചര്യ അവബോധവും അടുത്ത തലമുറ ഭീഷണി ട്രാക്കിംഗ് കഴിവുകളുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ TPY-4 റഡാർ എന്തുകൊണ്ട് സാങ്കേതിക വിദ്യയിലെ ഒരു കുതിച്ചുചാട്ടം എന്ന് പറയാൻ കാരണം, ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണികളോടും മിഷൻ പ്രൊഫൈലുകളോടും വേഗത്തിൽ പൊരുത്തപ്പെടാൻ ഈ സിസ്റ്റത്തെ പ്രാപ്തമാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു സെൻസർ ഫ്രെയിം വർക്ക് ഉപയോഗിക്കുന്ന എല്ലാ ട്രാൻസ്മിറ്റ് റിസീവ് ഘടകങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ ആർക്കിടെക്ചറാണ് ഇതിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത തലമുറയിലെ ഭീഷണികൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ TPY-4 റഡാർ ഇലക്ട്രോണിക് ജാമിംഗ് മൂലം ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ പോലും ചെറുതും കണ്ടെത്താൻ പ്രയാസമുള്ളതുമായ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനായി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഈ കഴിവ് മിസൈൽ മുന്നറിയിപ്പിന് മുമ്പുള്ള റഡാറിന്റെ പങ്കാണ് കാണിക്കുന്നത്. ഈ കഴിവ് മൂലം ഇത് വേഗത്തിൽ തന്നെ ഭീഷണികളെ വിലയിരുത്തുകയും വേഗത്തിലുള്ള പ്രതികരണത്തിനുള്ള സമയവും നൽകുന്നു. ഇത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികളുടെ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഒരു അനിവാര്യമായ നേട്ടം തന്നെയാണ്. ഈ TPY-4ന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ വിന്യാസത്തിലെ വൈവിധ്യമാണ്. അതായത് ഈ സിസ്റ്റം സ്ഥിരവും ഉയർന്ന ചലനശേഷിയുള്ളതുമായ കോൺഫിഗറേഷനുകളിലും ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ C-130, C-17 വിമാനങ്ങള്, ട്രക്കുകള്, റെയിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി ഇത് കൊണ്ടുപോകാൻ സാധിക്കും. പ്രവർത്തന ഫലപ്രാപ്തിയെ നഷ്ടപ്പെടുത്താതെ ഈ റഡാറിനെ വേഗത്തിൽ തന്നെ വിന്യസിക്കാനും ആവശ്യാനുസരണം പുനഃസ്ഥാപിക്കാനും കഴിയും. അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ റഡാറിലും എടുത്തു പറയേണ്ടത് ഈ TPY-4 ഗാലിയം നൈട്രൈഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കാര്യക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുകയും അറ്റകുറ്റപ്പണികൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ഈ റഡാറിന് മൾട്ടി മിഷൻ ശേഷിയാണുള്ളത്. അതായത് ഇതിനെ വ്യോമ നിരീക്ഷണം, ബാലിസ്റ്റിക് മിസൈൽ കണ്ടെത്തൽ, സമുദ്ര നിരീക്ഷണം എന്നിവ ഒരേ സമയം തന്നെ നടത്താൻ കഴിയും. ഇത് ഉയർന്ന ഭീഷണിയുള്ള പരിതസ്ഥിതികൾ അമേരിക്കയ്ക്ക് ഒരു യഥാർത്ഥ ശക്തി തന്നെ നൽകുന്നു. കൂടാതെ TPY-4 സംവിധാനങ്ങൾ വിതരണം ചെയ്യുകയും വിന്യസിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കയുടെ വ്യോമസേനയുടെ റഡാർ ഇൻഫ്രാസ്ട്രക്ചർ ആധുനികവൽക്കരിക്കുന്നതിന് ഗണ്യമായ സംഭാവനയാണ് ഇത് നൽകുന്നത്. വരും ദശകങ്ങളിൽ അമേരിക്കയുടെ വ്യോമ നിരീക്ഷണത്തിന്റെയും പ്രതിരോധ വാസ്തുവിദ്യയുടെയും കേന്ദ്ര ഘടകമായി TPY-4 മാറാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.